ആൽഫ്രഡ് നോബൽ പ്രൈസ് ഡൈനമൈറ്റ് ഇതങ്ങോട്ട് മാച്ച് ആവുന്നില്ലേ ഇല്ലേ? 1888 ആൽഫ്രഡിന്റെ സഹോദരൻ ലുഡ്വിഗ് മരണപ്പെട്ട ഒരു സമയം. അപ്പോൾ തന്റെ റൂമിൽ കയറി വന്ന് പത്രം വായിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ് ആൽഫ്രഡ്. അപ്പോൾ ഒരു വാർത്ത കണ്ടു, ഞെട്ടിയിരിക്കുകയാണ്. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഈസ് ഡെഡ്, അതായത് മരണത്തിന്റെ കച്ചവടക്കാരൻ മരണപ്പെട്ടു എന്ന്. ഇത് ആൽഫ്രഡ് ആണ് മരിച്ചതെന്ന് കരുതി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയായിരുന്നു. പക്ഷെ ആൽഫ്രഡിന് അതിൽ കൂടെ ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഒരു കണ്ടുപിടുത്തക്കാരന്റെ പകരം ഒരു കശാപ്പുകാരനായിട്ടായിരിക്കും ഇനി ഇയാളെ അറിയാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഇവിടെയാണ് കഥയിലെ എല്ലാ ടെസ്റ്റും സംഭവിക്കുന്നത്. ആരാണ് ആൽഫ്രഡ് നോബൽ? അവൻ എങ്ങനെ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചു? അവൻ എങ്ങനെ നോബൽ പീസ് പ്രൈസ് എത്തി? സ്വീഡനിലാണ് ജനനം. സാധാരണ ഒരു കുടുംബമല്ല. കാരണം പുള്ളിക്കാരന്റെ അച്ഛൻ ഇമ്മാനുവൽ നോബൽ ആണ് ലോകത്തിലെ ആദ്യത്തെ റോട്ടറി ലേത്ത് കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലൈവുഡ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ബിസിനസിന്റെ സൈഡ് വലിയ വശമില്ലാത്തതിനാൽ അച്ഛന് നല്ല ലാഭങ്ങളോ പൈസയോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആൽഫ്രഡ് ജനിച്ച സമയം അച്ഛൻ നേരെ റഷ്യയിലോട്ട് വിട്ടു. ഈ ആൽഫ്രഡിന്റെ സഹോദരങ്ങളും സ്വീഡനിൽ തന്നെ കിടക്കുമായിരുന്നു. ഇവന്റെ ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ, അതായത് ആൽഫ്രഡിന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ, ആൽഫ്രഡിന് അസുഖങ്ങളോ പനികളോ വയ്യാതെ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറുക്കനായിരുന്നു. അതായത് വീട്ടിൽ നിന്നും വളരെയധികം പുറത്തൊന്നും ഇറങ്ങത്തില്ല. പക്ഷെ ആ സമയത്ത് ഇവൻ കട്ടിലിൽ നിന്ന് ജനലിൽ കൂടെ താഴോട്ട് നോക്കുമ്പോൾ ഇവന്റെ സഹോദരങ്ങൾ തീപ്പെട്ടിക്കോല് വിറ്റായിരുന്നു ജീവിക്കാൻ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് കുടുംബത്തിൽ കഞ്ഞി അടുപ്പ് പോകണമെങ്കിൽ ഇവര് പുറത്തു പോയി തീപ്പെട്ടിക്കോല് വിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ അടുത്ത് നിന്നും എല്ലാവരും കൂടെ റഷ്യയിലോട്ട് ചെല്ലാനുള്ള ഒരു ലെറ്റർ വരുന്നത്. ആൽഫ്രഡിന്റെ 9ാമത്തെ വയസ്സിനാണ് അവർ റഷ്യയിലോട്ട് പോകുന്നത്. റഷ്യയിലെത്തിയതും അച്ഛൻ പുതിയൊരു ഈ സാധനം കണ്ടുപിടിക്കുകയാണ്. അതായത് റഷ്യയുടെ കടൽ തീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൾണറബിൾ ആയിരുന്നു. അപ്പോൾ റഷ്യയെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സാർ നിക്കോളാസ് ഒന്നാമനായിരുന്നു. ആൽഫ്രഡിന്റെ അച്ഛൻ നേരെ സാർ നിക്കോളാസിനെ പോയി കണ്ടിട്ട് ഒരു സീ മൈനിന്റെ കൺസെപ്റ്റ് അവരുടെ അടുത്ത് പറയുകയാണ്. അതായത് ഏതൊരക്കവും കടൽ കൂടെ വരികയാണെങ്കിൽ നമ്മൾ സീ മൈൻ കടലിലിട്ടിരുന്നാൽ ഇതിലേതെങ്കിലും കപ്പൽ വന്ന് തട്ടിയാൽ നേരെ